എല്ലാവരും എല്ലാ പ്രാർത്ഥനകളും എല്ലാവരും ചേർന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും കൂടെ. ഞങ്ങൾ എല്ലാത്തിനും പോയിരുന്നു, എല്ലാത്തിനും പങ്കെടുത്തതാണ്. ക്യാമ്പുകളിലും അറിയാവുന്ന ആളുകളൊക്കെ അറിയാവുന്ന ബന്ധുക്കാരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. അറിയുന്ന ബോഡി കണ്ടെത്തിയവരൊക്കെ ഉണ്ട്, കുറെ പേരുണ്ടായിരുന്നു. ഇതാണ് അവർ നിലവിളക്കും പുഷ്പങ്ങളും വാഴയിലയും ഒക്കെ എത്തിയിരിക്കുന്ന ആളുകളെ നമുക്ക് ഒരു വശത്ത് കാണാം. എന്നാൽ മറുവശത്ത് കാണാൻ കഴിയുന്നത് ഈ തലയിൽ കെട്ടുമൊക്കെയായി ഇസ്ലാം മതവിശ്വാസികളായ ആളുകളും കഴിയാതെ ആരംഭിക്കുന്നതാണ് പറയുന്നത്. എല്ലാ മതത്തിലുമുള്ള ചടങ്ങുകൾ തീർച്ചയായും മനുഷ്യർക്കിടയിലുള്ള വിഭാഗീയത ഇല്ല എന്ന് അറിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. നമ്മൾ മനുഷ്യർ പരസ്പരം വെറുതെ കലഹിക്കുന്നു, വെറുതെ വിദ്വേഷം പുലർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വ്യത്യസ്ത വിശ്വാസങ്ങളും ആശയങ്ങളും വച്ചു പുലർത്തുന്നതോടുകൂടെ തന്നെ സ്നേഹിച്ചും സൗഹാർദ്ദത്തോടും ജീവിക്കാനുള്ള സന്ദേശമാണ് ദൈവം മനുഷ്യനോട് നൽകുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നതും അതാണ്. എല്ലാവരുടെയും ആളുകളാണ്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. അതാണ് എല്ലാവരും പറയുന്നത്. കാരണം മറുവശത്ത് ഈ നിലവിളക്കുമായി കാത്തിരിക്കുന്നവർ, മറുവശത്ത് ഈ മറ്റ് ഇസ്ലാം മതവിശ്വാസികളുമായി കാത്തിരിക്കുന്നവരെല്ലാം ഉറക്കെ പറയുന്ന ഒറ്റ കാര്യമാണ്, എല്ലാം ഒന്നാണ്. ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷനും ഉത്തരവും വന്നിട്ടില്ല. ഇപ്പം അവിടെ പഞ്ചായത്തിന് അതിന്റെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ബോഡിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള അവസാന ഘട്ടത്തിലുള്ള ഉത്തരവിന്റെ റവന്യൂ മിനിസ്റ്റർ പത്രസമ്മേളനം നടത്തി 8 എന്ന് പറയുന്നുണ്ട്. എത്ര ബോഡിയാണ് ഇങ്ങനെ ഇത് മറവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. പഞ്ചായത്തിന് ഇതുവരെ എത്ര ബോഡിയാണ് ഇവിടെ മറവ് ചെയ്യേണ്ടത്, ഇന്നത്തെണ്ണാണ് മറവ് ചെയ്യേണ്ടതെന്നുള്ള ഉത്തരവ് ഇതുവരെ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല. കൂടുതൽ കുഴികൾ രാവിലെ പറഞ്ഞ കണക്കിന് ഇന്നലെ സർവകക്ഷി യോഗത്തിലുണ്ടായ തീരുമാനം 27 മൃതശരീരങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. അത് മറവ് ചെയ്യാനുള്ള സർവകക്ഷി യോഗമാണ് ഇന്നലെ ചേർന്ന് മതനേതാക്കളൊക്കെ പാടെ ഉൾപ്പെട്ടിട്ട് അന്ന് ആ 27 മൃതശരീരങ്ങൾ മറവ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇന്ന് രാവിലെ വന്നതിന് ശേഷം പഞ്ചായത്ത് റവന്യൂ വന്ന അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ആ 27 30 കുഴികൾ വരെ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്ത് അധികൃതർ മറവ് ചെയ്യാൻ വേണ്ടി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഉച്ച മുതൽ ഇത് ക്ലിയർ ആക്കി വെച്ചതാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിനോട് ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ഇത് എടുക്കാനുള്ള ഉത്തരവിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് വെയിറ്റ് ചെയ്താണ്. അത് എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് ഇവിടെ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ മൃതശരീരങ്ങൾ കൊടുന്ന് അത് സർവമത പ്രാർത്ഥനയ്ക്കുള്ള പന്തലടക്കം അതിനുള്ള ടേബിളടക്കം ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടുന്ന് എത്ര മൃതശരീരങ്ങളാണ് കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവ് പഞ്ചായത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടി പഞ്ചായത്ത് കാത്തു നിൽക്കുകയാണ്. കുറച്ച് മിച്ചം വന്നാൽ മഴയൊക്കെയാണ് കാലാവസ്ഥ മാറി വരുന്നുണ്ട്. ഇതുവരെ നല്ല കാലാവസ്ഥയിൽ മഴ പെയ്താൽ എടുത്തു വെച്ച കുഴികളും വെള്ളം നിറയുന്ന ഒരു ഭീഷണി അത് വേറെയും നിലനിൽക്കുന്നുണ്ട്.